പച്ചു ആൻഡ് ജെറിയാണ് ആദംസ് മൊബൈൽസിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നത്. 20,000 മുകളിൽ സ്കോർ നേടിയിട്ടുള്ള ബാറ്റ്സ്മാൻമാരാണ്. സെഞ്ചുറികൾ നിരവധിയുണ്ട് രണ്ടുപേർക്കും. ഈ ടൂർണമെന്റിലെ ടോപ്പ് സ്കോററാണ് നോൺ സ്ട്രൈക്കിൽ നിൽക്കുന്ന ജെറി. സ്ട്രൈക്കിൽ പാച്ചു, ഒരു റിവേഴ്സിലൂടെ ആദ്യ പന്തിൽ തന്നെ സിക്സർ നേടുന്നു പാച്ചു. ഷാർജ ചലഞ്ചേഴ്സ് ആദംസ് മൊബൈൽ തമ്മിലുള്ള NVPL ക്വാർട്ടർ ഫൈനലാണ് നടക്കുന്നത്. ബൗൾ ചെയ്യുന്നു സദ്ദാം, ബാറ്റിലുള്ളത് സാദത്ത്. സദ്ദാമിന്റെ ആദ്യ പന്ത് തന്നെ നോ ബോൾ വിളിക്കുന്നു അമ്പയർ. 4 ഓവർ പിന്നിട്ടിരിക്കുന്നു ഷാർജ ചലഞ്ചേഴ്സിന്. വിലപ്പെട്ട 3 വിക്കറ്റുകൾ നഷ്ടമായി. സദ്ദാം ബൗൾ ചെയ്യുന്നു. ഒരു ബൗണ്ടറി നേടുന്നു ചലഞ്ചേഴ്സിന് വേണ്ടി സാദത്ത്. സദ്ദാമിന്റെ അടുത്ത പന്ത് സ്ട്രൈക്കിലുള്ളത് ചലഞ്ചേഴ്സിന്റെ സാദത്ത് ഒഴിവാക്കി വിടുന്നു. അപകടം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ 4 ഓവറും 2 പന്തുകളും പിന്നിടുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഷാർജ ചലഞ്ചേഴ്സ് 28 റൺസ്. സദ്ദാമിന്റെ അടുത്ത പന്ത് വീണ്ടും ഒഴിവാക്കി വിടുന്നു. അമ്പയർ സിഗ്നൽ വൈഡ്. ബോൾ ചെയ്യുന്നു സദ്ദാം, ഒരു സിംഗിൾ റൺസ് നേടുന്നു സാദത്ത്. ഫീൽഡ് എത്തുന്നു മാജിദ്, ഒരു വൈഡ് ബോൾ സിഗ്നൽ. വീണ്ടും എക്സ്ട്രാസ് യഥേഷ്ടം ഈ ഓവറിൽ പോകുന്നു. പക്ഷേ നല്ലൊരു ബൗളറാണ് സദ്ദാം. അടിച്ചെടുക്കുന്നു ബാസിയുടെ കരങ്ങളിലേക്ക്. ക്യാച്ച്. 4ാമത്തെ വിക്കറ്റ് നഷ്ടമാകുന്നു ഷാർജ ചലഞ്ചേഴ്സിന്. ആദംസ് മൊബൈൽ വീണ്ടും തന്ത്രങ്ങൾ മെനയുന്നു. 4 വിക്കറ്റുകൾ നേടിക്കഴിഞ്ഞു ഷാർജ ചലഞ്ചേഴ്സിന്റെ. 5ാമത്തെ ഓവർ ആയപ്പോഴേക്ക് 16 ഓവർ മത്സരമാണ്. NVPL ക്വാർട്ടർ ഫൈനലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഷാർജ ചലഞ്ചേഴ്സിന് വേണ്ടി ന്യൂ ബാറ്റ്സ്മാൻ KK 4500 റൺസ് നേടിയ ഒരു ബാറ്റ്സ്മാൻ ആണ്. സദ്ദാമിന്റെ പന്ത് ഒഴിഞ്ഞു മാറുന്നു. അപകടം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, കാരണം 5 ഓവർ ആവുമ്പോഴേക്ക് 4 വിക്കറ്റുകൾ നഷ്ടമായി കഴിഞ്ഞു. പക്ഷേ സദ്ദാമിന്റെ ഓവർ എങ്ങനെ അതിജീവിക്കുമെന്ന് നമുക്ക് നോക്കാം. KK വീണ്ടും സ്ട്രൈക്കിൽ. നോ ബോൾ. ഒരു നല്ലൊരു ഫീൽഡിങ്. ഷാറൂഖ് ബൗണ്ടറി സേവ് ചെയ്തിരിക്കുന്നു. 3 റൺസാണ് അദ്ദേഹം ആദംസ് മൊബൈൽസിന് വേണ്ടി സേവ് ചെയ്തത്. ആദംസ് മൊബൈൽസിന് വേണ്ടി ബൗൾ ചെയ്യാൻ എത്തുന്നു അഖിൽ. സ്ട്രൈക്കിലുള്ളത് സാദത്താണ്. 17,000 മുകളിൽ സ്കോർ നേടിയിട്ടുള്ള ഒരു ബാറ്റ്സ്മാനാണ് സാദത്ത്. ആദ്യ പന്ത് തന്നെ നോ ബോൾ വിളിക്കുന്നു അമ്പയർ. 6. അഖിലിന്റെ ആദ്യ പന്ത് നോ ബോളിൽ 6 നേടിയിരിക്കുന്നു സാദത്ത്. ആദ്യ പന്ത് നോ ബോളിൽ 6 വഴങ്ങിയിരുന്നു അഖിൽ. വീണ്ടും സ്ട്രൈക്കിൽ സാദത്ത്, ഒരു വൈഡ് സിഗ്നൽ അമ്പയർ. അഖിൽ ബോൾ ചെയ്യുന്നു. സ്ട്രൈക്കിൽ സാദത്ത്. ഫീൽഡർ സദ്ദാം ഒരു സിംഗിൾ റൺസ് നേടുന്നു ചലഞ്ചേഴ്സ്. KK ആണ് സ്ട്രൈക്കിലുള്ളത്. ആദ്യ ബോൾ തന്നെ ഉയർത്തിയടിക്കുന്നു സദ്ദാമിന്റെ കരങ്ങളിലേക്ക്. 5ാമത്തെ വിക്കറ്റ് നഷ്ടമാകുന്നു ചലഞ്ചേഴ്സിന്. ആദംസ് മൊബൈൽ കളി പിടിക്കുന്നു. വെറും 6 ഓവർ ആകുമ്പോഴേക്ക് 5 വിക്കറ്റുകളാണ് ചലഞ്ചേഴ്സിന് നഷ്ടമായിരിക്കുന്നത്. ചലഞ്ചേഴ്സിന്റെ ന്യൂ ബാറ്റ്സ്മാൻ ഫറൂഖ് ബോൾ ചെയ്യുന്നു അഖിൽ. വീണ്ടും ഒരു നോ ബോൾ. അമ്പയർ വിളിക്കുന്നു. ഒരു സിംഗിൾ റൺസ് നേടുന്നു. എക്സ്ട്രാസ് നോ ബോളിന്റെ റൺസ് കിട്ടുന്നു ഷാർജ ചലഞ്ചേഴ്സിന്. ആദംസ് മൊബൈൽസ് ബൗളേഴ്സ് അനവധി എക്സ്ട്രാസ് വിട്ടുകൊടുക്കുന്ന ഒരു കാഴ്ച കൂടി ഇതിലുണ്ട്. അഖിൽ ബോൾ ചെയ്യുന്നു. സാദത്ത് സ്ട്രൈക്കിൽ. ഒരു സിംഗിൾ റൺസ്. സദ്ദാം ഫീൽഡർ അവിടെയുണ്ട്. സ്ട്രൈക്കിലോടത് ഫറൂഖ് ബോൾ ചെയ്തു അഖിൽ. മനോഹരമായൊരു പന്ത് തന്നെയായിരുന്നു അത്. 6ാമത്തെ ഓവറിലെ അവസാന ബോൾ അഖിൽ
സ്ട്രൈക്കിലുള്ളത് ഫാറൂഖ്. ഷാർജ ചലഞ്ചേഴ്സിന്റെ ഒരു സിംഗിൾ റൺസ് മാത്രമാണ് നേടാൻ കഴിയുന്നത്. 6 ഓവർ പിന്നിടുമ്പോൾ 46 റൺസിന് വിലപ്പെട്ട 5 വിക്കറ്റുകൾ നഷ്ടമായിരിക്കുന്നു ഷാർജ ചലഞ്ചേഴ്സിന്. ക്രിസിലുള്ളത് സാദത്ത് ആൻഡ് ഫാറൂഖ്. NBFL-ന്റെ ക്വാർട്ടർ ഫൈനലാണ് നടക്കുന്നത്. 40 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റാണ്. 8 ടീമിലേക്ക് ചുരുക്കിയിരിക്കുന്നു. ഷാർജ ചലഞ്ചേഴ്സിന് 5 വിക്കറ്റുകൾ നഷ്ടമായിരിക്കുന്നു. ഓപ്പണിംഗ് സ്പെല്ലെറിഞ്ഞ നവാസ് 2 ഓവറിൽ വെറും 13 റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് നേടിയിരുന്നു. അതും മികച്ച ഒരു ബൗൾഡ് യോർക്കറിലൂടെ ഒരു ബൗൾഡാണ്. സ്ട്രൈറ്റില് ആക്കി ബോൾ ചെയ്യുന്നു സദ്ദാം. ഓഹോ, സ്പെല്ലിൽ നന്നായി പന്തെറിഞ്ഞ മറ്റൊരു ബൗളറാണ് അബി. ബോൾ ചെയ്യുന്നു സദ്ദാം. നോ ബോൾസ്. സിഗരൽ അമ്പയർ. അബി ഓപ്പണിംഗ് സ്പെല്ലിൽ 2 ഓവർ എറിഞ്ഞിരുന്നു. 9 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകൾ അദ്ദേഹം നേടിയിരുന്നു. എന്തായാലും നല്ലൊരു തുടക്കമാണ് ആദംസ് മൊബൈൽസിന് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. 7ാമത്തെ ഓവർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് 5 വിക്കറ്റുകൾ ഷാർജ ചലഞ്ചേഴ്സിന് നഷ്ടമായി. എന്തായാലും സാദത്ത് ഫാറൂഖ് പാർട്ട്ണർഷിപ്പ് ഷാർജ ചലഞ്ചേഴ്സിനെ മുന്നേറാൻ സഹായിക്കുമോ? നമുക്ക് നോക്കിക്കാണാം. ഇപ്പോൾ ബൗൾ ചെയ്യുന്നത് സദ്ദാമാണ്. ആദംസ് മൊബൈൽസിന്റെ തുരുപ്പിച്ചിട്ട് ബൗളിങ്ങിലെ. പക്ഷെ അദ്ദേഹം ഇന്ന് എക്സ്ട്രാസ് അനവധി വിട്ടുകൊടുക്കുന്നുണ്ട്. ഓഹോ, മനസ്സിലാക്കാൻ കഴിയുന്നില്ല ബാറ്റ്സ്മാൻ. അദ്ദേഹം ഒരു കട്ടർ ബൗളറാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു വേരിയേഷൻ മനസ്സിലാക്കാൻ കഴിയാതെ ബാറ്റ്സ്മാൻ കുഴങ്ങുന്ന കാഴ്ച. കൈകളിൽ മാന്ത്രികത ഒളിപ്പിച്ചു വെച്ച തിരുവനന്തപുരത്തിന്റെ ഒരു ബൗളറാണ് സദ്ദാം. ഓഹോ, നല്ലൊരു ബോൾ. ഔട്ട്. മോനെ വിക്കറ്റ്. അദ്ദേഹത്തിന്റെ ആ ബോളിന്റെ വേരിയേഷൻസ് അതിൽ ബാറ്റ്സ്മാൻ വീഴുന്നു. ഫാറൂഖ് ഔട്ടായി പുറത്തേക്ക്. ആറ് വിക്കറ്റുകൾ നഷ്ടമായിരിക്കുന്നു ഷാർജ ചലഞ്ചേഴ്സിന്. ഷാർജ ചലഞ്ചേഴ്സിന് ന്യൂ ബാറ്റ്സ്മാൻ എത്തിയിരിക്കുന്നു. അൻസൽ 1700-ലധികം റൺസ് സ്കോർ ചെയ്തിട്ടുള്ള ബാറ്റ്സ്മാൻ ആണ്. ബോൾ ചെയ്യുന്നു സദ്ദാം. സ്ട്രൈക്കിൽ അൻസിൽ, മറുവശത്ത് സാദത്ത്. ബോൾ ചെയ്യുന്നു സദ്ദാം. ഓ, വീണ്ടും ഒരു ഡോട്ട് ബോൾ. വിടും സദ്ദാം. അൻസിൽ സ്ട്രൈക്കിൽ. നല്ലൊരു കീപ്പിംഗ് പ്രകടനമാണ് ജെറിയുടേത്. നല്ലൊരു ഓവർ തന്നെയായിരുന്നു ഇത് ആദംസ് മൊബൈൽസിന്റെ ഭാഗത്തുനിന്ന് സദ്ദാം കാഴ്ചവെച്ചത്. 8 ഓവറിൽ 47 റൺസിന് 6 വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു ഷാർജ ചലഞ്ചേഴ്സിന്. സ്ട്രൈക്കിലുള്ളത് സാദത്ത്. അദ്ദേഹം 9 പന്തിൽ 14 റൺസുമായി ബാറ്റിംഗ് തുടരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു മികച്ച പങ്കാളിയെ ലഭിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായത്. ലോങ്ങിലേക്ക് ഒരു സിംഗിൾ റൺസ്. ഓഹോ, സിംഗിൾ എടുക്കാൻ തയ്യാറാകുന്നില്ല. അദ്ദേഹം തന്നെ സ്ട്രൈക്കിൽ തുടരുന്നു. അഖിലിന്റെ അടുത്ത പന്തിൽ ഒരു സിംഗിൾ റൺസ് തന്നെയാണ് നേടാൻ കഴിഞ്ഞത്. ആദ്യ പന്തിൽ ഒരു സിംഗിളിന് അവസരമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം സ്ട്രൈക്ക് തുടരാൻ തീരുമാനിച്ചു. പക്ഷേ അതിന് സാധ്യമാകുന്നില്ല. അതുകൊണ്ട് തന്നെ സിംഗിൾ നഷ്ടപ്പെടുത്താൻ അദ്ദേഹം പിന്നീട് തയ്യാറായില്ല. അൻസൽ സ്ട്രൈക്കിലെത്തുന്നു. അൻസലും മോശക്കാരനല്ല, നല്ലൊരു ബാറ്റ്സ്മാൻ തന്നെയാണ് ഷാർജ ചലഞ്ചേഴ്സിന്റെ. ഓ, ഒരു കൂട്ടൻ സിക്സറിന് പറത്തിയിരിക്കുന്നു അഖിലിനെ. അൻസിൽ നല്ലൊരു സിക്സ് തന്നെയായിരുന്നു. വളരെ നിർണായക സമയത്താണ് ആ ഒരു സിക്സ് അൻസിൽ നേടിയിരിക്കുന്നത്. അഖിൽ ബോൾ ചെയ്യുന്നു. സ്ട്രൈക്കിൽ അൻസിൽ. ഓ, വീണ്ടും ഒരു നോ ബോൾ. ഇന്നത്തെ ഒരു ബൗളിംഗിൽ
ആദംസ് മൊബൈൽസ് യഥേഷ്ടം എക്സ്ട്രാ റൺസ് വിട്ടുകൊടുക്കുന്ന ഒരു ദയനീയ കാഴ്ചയാണ്. പക്ഷേ അവരുടെ ബൗളിംഗ് പ്രകടനം മോശമല്ല, എക്സ്ട്രാസ് വിട്ടുകൊടുക്കുന്നതൊഴിച്ചാൽ. കാരണം 9ാമത്തെ ഓവർ ആകുമ്പോഴേക്ക് 6 വിക്കറ്റുകൾ നേടിക്കഴിഞ്ഞു. അഖിൽ ബോൾ ചെയ്യുന്നു, സ്ട്രൈക്കിൽ വീണ്ടും അൻസിൽ. ഒരു ഡോട്ട് ബോൾ. നല്ലൊരു മനോഹരമായ തിരിച്ചുവരവാണ് അഖിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. 6 വഴങ്ങിയതിന്റെ ശേഷം വീണ്ടും അഖിൽ ബോൾ ചെയ്യുന്നു, സ്ട്രൈക്കിൽ അൻസിൽ. വീണ്ടും ഡോട്ട് ബോൾ. ഒരു റോങ്ങോണില് വീണ്ടും ഒരു 6 നേടിയിരിക്കുന്നു അൻസിൽ. നല്ലൊരു ബാറ്ററാണ് അദ്ദേഹം. 7ാമനായി ഇറങ്ങി ഷാജാദ് ചലഞ്ചേഴ്സിന്റെ രക്ഷകനാകുന്ന കാഴ്ച. അഖിലിനെതിരെ ഈ ഓവറിൽ തന്നെ 2 സിക്സുകൾ ഇപ്പോൾ നേടിക്കഴിഞ്ഞു. ബോൾ ചെയ്യുന്നു, ആദ്യ പന്ത് സ്ട്രൈക്ക് ചെയ്തത് സാദത്ത്. അദ്ദേഹം സിംഗിൾ ഇട്ട് സ്ട്രൈക്ക് അൻസിലേക്ക് ഇപ്പോൾ കൈമാറുന്നു. കഴിഞ്ഞ ഓവറിൽ അഖിലിനെതിരെ 2 സിക്സുകൾ നേടിയിരുന്നു അൻസിൽ. 9ാമത്തെ ഓവറിലെ 2ാമത്തെ പന്ത് സദ്ദാം ബൗൾ ചെയ്യുന്നു, സ്ട്രൈക്കിൽ അൻസിൽ. ഓഹോ, 3ാമത്തെ ബോൾ സ്ട്രൈക്കിൽ അൻസിൽ. ഓഹോ, വീണ്ടും ബോൾ കണക്ട് ചെയ്യാൻ കഴിയാതെ അൻസിൽ. നല്ല മനോഹരമായ ഒരു ബൗളിംഗ് പ്രകടനമാണ് സദ്ദാം ഇപ്പോൾ ആദംസ് മൊബൈൽസിന് വേണ്ടി കാഴ്ചവെക്കുന്നത്. വീണ്ടും ഒരു ഡോട്ട് ബോൾ. സ്ലിപ്പിൽ ഫീൽഡ് ചെയ്യുന്നു മുബാറക്ക്. ആദംസിന് വേണ്ടി കീപ്പ് ചെയ്തു ചെറി. ലെഗിൽ നവാസ് ബോൾ ചെയ്യുന്നു സദ്ദാം, സ്ട്രൈക്കിൽ അൻസിൽ. വീണ്ടും ഒരു 6 സദ്ദാമിനെതിരെ. ആദംസ് മൊബൈൽസിന്റെ തുരുപ്പിച്ചിട്ടായ സദ്ദാമിനെതിരെ അൻസിൽ ഒരു 6 നേടിയിരിക്കുന്നു. കഴിഞ്ഞ ഓവറിൽ അദ്ദേഹം അഖിലിനെതിരെ 2 സിക്സുകൾ നേടിയിരുന്നു. ഷാജാ ചലഞ്ചേഴ്സ് ഇപ്പോൾ സ്കോർ യഥേഷ്ടം കണ്ടെത്തുന്നു. ആദ്യ തകർച്ചയ്ക്ക് ശേഷം അൻസിൽ സാദത്ത് കൂട്ടുകെട്ട് ചലഞ്ചേഴ്സിന് മുന്നോട്ട് കൊണ്ടുപോകുന്ന മനോഹരമായ ഒരു കാഴ്ച. സദ്ദാം വീണ്ടും നോ ബോൾ. സദ്ദാം ബോൾ ചെയ്യുന്നു, സ്ട്രൈക്കിൽ അൻസിൽ. വീണ്ടും ഡോട്ട് ബോൾ. നല്ല ഒരു തിരിച്ചുവരവ് 6 വഴങ്ങിയതിന് ശേഷം സദ്ദാം. ഓവർ പൂർത്തിയാകുന്നു. പക്ഷേ ഇതിൽ ആദംസിന് വിക്കറ്റുകൾ നേടാൻ കഴിഞ്ഞില്ല. പക്ഷെ ആദംസ് മൊബൈൽസിനെതിരെ ഷാജ ചലഞ്ചേഴ്സിന് ഈ ഓവറിൽ നല്ലൊരു സ്കോർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആദംസ് മൊബൈൽ ഒരു ബൗളിംഗ് ചേഞ്ച് വരുത്തുന്നു, സിദ്ധുവിനെ കൊണ്ടുവരുന്നു. ഷാജ ചലഞ്ചേഴ്സ് 9 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 69. സാദത്ത് 16 റൺസുമായി. സ്ട്രൈക്കിൽ സാദത്ത്. സിദ്ധു ആദ്യ പന്ത് സ്ട്രൈക്കിലുള്ളത് സാദത്ത്. ഒരു നോ ബോൾ. സിദ്ധു ക്ലീൻ ബൗൾഡ്. സിദ്ധുവിന്റെ ആദ്യ പന്തിൽ ഒരു വിക്കറ്റ് നേടിയിരുന്നു. ക്ലീൻ ബൗൾഡ് സാദത്ത്. ഇപ്പോൾ ന്യൂ ബാറ്റ്സ്മാൻ ഷാജ ചലഞ്ചേഴ്സിന്റെ റോയ്. നല്ലൊരു ഡിഫൻസ്. 7 വിക്കറ്റുകൾ നഷ്ടമായിരിക്കുന്നു ഷാജ ചലഞ്ചേഴ്സിന്. ഷാജ ചലഞ്ചേഴ്സിന് 3 സിക്സുകൾ നേടിയ ബാറ്റ്സ്മാനാണ് അൻസിൽ. സിദ്ധു ബോൾ ചെയ്യുന്നു, സ്ട്രൈക്കിൽ അൻസിലിന് ബോൾ. അദ്ദേഹം ഒരു ചേഞ്ചർ എറിയുന്നു. സിദ്ധു നല്ല ഒരു ബുദ്ധിപരമായ നീക്കം. വീണ്ടും സിദ്ധു സ്ട്രൈക്കിൽ അൻസിൽ. ഒരു കൂട്ടൻ 6. അദ്ദേഹം ആ ഒരു വേരിയേഷൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അടുത്ത ബോൾ 6ലേക്ക് പായിക്കുന്നു. അൻസിൽ ഇതുവരെ 4 സിക്സുകൾ നേടി കഴിഞ്ഞു ഷാജ ചലഞ്ചേഴ്സിന് വേണ്ടി. സിദ്ധു ബോൾ ചെയ്യുന്നു. മറ്റൊരു പ്രത്യേകത, അൻസിൽ 16 ബോൾ ഫേസ് ചെയ്തു. അതിലൊരു സിംഗിൾ പോലും ഇതുവരെ നേടിയിട്ടില്ല. നേടിയത് വെറും 4 സിക്സുകൾ മാത്രം. ഷാജ ചലഞ്ചേഴ്സിന് വേണ്ടി സ്ട്രൈക്കിൽ അൻസിൽ. അൻസിലിന്റെ ആദ്യ സിംഗിൾ ആണിത്. 17 പന്തുകളിൽ നിന്ന് 4 സിക്സുകൾ, ഒരു സിംഗിൾ. 25 റൺസ് അൻസിൽ നേടിയിരിക്കുന്നു. മുബുവിന്റെ നേതൃത്വത്തിൽ ചർച്ച സജീവം. നവാസിനെ ഒരു ബൗളിംഗ് ചേഞ്ചിൽ കൊണ്ടുവരുന്നു. ആദ്യ സ്പെല്ലിൽ നവാസ് വളരെ മനോഹരമായി പന്തെറിഞ്ഞിരുന്നു. ഒരു യോർക്കറിലൂടെ ഒരു ബൗൾഡ് വിക്കറ്റ് നേടിയിരുന്നു. അദ്ദേഹം 2 ഓവറിൽ 13 റൺസിനാണ് ഒരു വിക്കറ്റ് കരസ്ഥമാക്കിയത്.
സിധു കഴിഞ്ഞ ഓവറിൽ സാദത്തിന്റെ വിക്കറ്റ് എടുത്ത നല്ലൊരു പ്രകടനമുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അദ്ദേഹം ഒരു 6 വഴങ്ങിയിരുന്നു. ഇപ്പോൾ സ്ട്രൈക്കിലുള്ളത് അൻസിൽ. അൻസിലാണ് ഇനി ഷാർജ ചലഞ്ചേഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കാരണം വിലപ്പെട്ട 7 വിക്കറ്റുകൾ നഷ്ടമായി. ഇനി ഒരു അംഗീകൃത ബാറ്റ്സ്മാൻ എന്ന് പറയാൻ ഒരു പക്ഷേ അൻസിൽ മാത്രമാണുള്ളത്. ബൗൾ ചെയ്യുന്നു നവാസ്. ആദ്യ പന്ത്. ഓ, നല്ലൊരു ബൗളിംഗ് പ്രകടനം നവാസിൻ്റെത്. നവാസ് രണ്ടാമത്തെ പന്ത്. സ്ട്രൈക്കിൽ അൻസിൽ. ഓഹോ, കീപ്പർ പറയുന്നത് ചെയ്യുന്ന ബൗളർ. ഇപ്പോൾ അൻസിൽ കുറച്ച് പ്രഷറിലേക്ക് പോകുന്നു. ബൗൾ ചെയ്യുന്നു നവാസ്. ആദ്യ 2 പന്തുകളും സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഓഹോ, ക്ലീൻ ബൗൾഡ്. അൻസിലിന്റെ ഇന്നിംഗ്സ് അവസാനിക്കുന്നു. നവാസിന്റെ മികച്ച ഒരു ബൗളിംഗ് പ്രകടനം ആദംസിന് വേണ്ടി. അദ്ദേഹം ആദ്യ സ്പെല്ലിലും ഇതുപോലെ ഒരു ബൗൾഡ് വിക്കറ്റ് നേടിയിരുന്നു. ന്യൂ ബാറ്റ്സ്മാൻ എത്തിയിരിക്കുന്നു, മനു. 11ാമത്തെ ഓവറിലെ 4ാമത്തെ ബോൾ. ആദ്യ 3 പന്തില് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഒരു വിക്കറ്റ് കരസ്ഥമാക്കിയിരിക്കുന്നു നവാസ്. 4 പന്തുകളിലും സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ പന്തിൽ ഒരു വിക്കറ്റ് നേടിയിരുന്നു. ടോസ് ലഭിച്ച് ബൗളിംഗ് തിരഞ്ഞെടുത്ത തീരുമാനം ശരിവെക്കുന്ന പ്രകടനമാണ് ആദംസ് മൊബൈൽ ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. ഓവറിൽ 5ാമത്തെ പന്ത്. സ്ട്രൈക്കിൽ മനു. അദ്ദേഹം അത് ഡിഫെൻഡ് ചെയ്യുന്നു. ഒരു പക്ഷേ ഇത് മേഡിയൻ ഓവറിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു ഓവറാണ്. ഒരു വിക്കറ്റ് അദ്ദേഹം നേടിയിരുന്നു. നവാസ് മോശക്കാരനല്ല. 6 വിക്കറ്റുകൾ 2 ഓവറിൽ 2 റൺസ് മാത്രം വിട്ടുകൊടുത്ത് നേടിയ ഒരു ബൗളറാണ് അദ്ദേഹം. ഇന്നും അതുപോലൊരു പ്രകടനം. ഓഹോ, വീണ്ടും വിക്കറ്റ് നഷ്ടമാകുന്നു. മേഡിൻ ഓവർ 2 വിക്കറ്റ്. നവാസിന്റെ മാസ്മരിക പ്രകടനം വീണ്ടും. ഇന്നത്തെ മികച്ച ഒരു ബൗളറാണ് നവാസ്. കഴിഞ്ഞ ഓവറിൽ മേഡിൻ ഓവർ 2 വിക്കറ്റ്. ഷാർജ ചലഞ്ചേഴ്സിന്റെ അവസാന വിക്കറ്റാണ്. സ്ട്രൈക്കിലുള്ളത് റോയ്. ബോൾ ചെയ്യുന്നു സിദ്ധുവിന്റെ ആദ്യ പന്ത് ഉയർത്തിയടിക്കുന്നു ഫീൽഡർ നേരേക്ക്. പക്ഷേ ഒരു സിംഗിൾ റൺസ് നേടുന്നു. സ്ട്രൈക്കിൽ ന്യൂ ബാറ്റ്സ്മാൻ ഹുസൈൻ. അദ്ദേഹം അവസാന വിക്കറ്റിൽ ബാറ്റ് ചെയ്യാനെത്തുമ്പോൾ പേടിക്കേണ്ടതുണ്ട്. നല്ലൊരു ബാറ്റ്സ്മാൻ കൂടിയാണ് ഹുസൈൻ. സ്ട്രൈക്ക് ചെയ്യുന്നത്. ആദ്യ പന്തിൽ ഒരു സിംഗിൾ. സിദ്ധുവിനെതിരെ ഒരു കൂറ്റൻ 6 നേടിയിരിക്കുന്നു റോയ്. ഇത് ഷാർജ ചലഞ്ചേഴ്സിന് മുൻതൂക്കം നൽകുന്ന ഒരു 6 ആണിത്. ഒരു പ്രതീക്ഷയുമില്ലാത്തടത്തു നിന്നാണ് 6 നേടുന്നത്. സിദ്ധുവിനെതിരെ ഒരു 6 നേടിയിരുന്നു റോയ്. ഈ പന്തിൽ സിദ്ധു എന്താണ് മാറ്റം വരുത്തും നമുക്ക് നോക്കാം. വീണ്ടും ഒരു ഷോട്ട് ഫീൽഡറുടെ കരകളിലേക്ക് വിട്ടുകളയുന്നു. വാക്കിൽ അവസാന വിക്കറ്റ് ആയിരുന്നു. വിട്ടുകളയുന്നു. ഒരു റൺഔട്ട് അവസരം ഉണ്ടായിരുന്നു. പക്ഷേ പന്ത് കളക്ട് ചെയ്യാൻ ജെറിക്ക് കഴിഞ്ഞില്ല. 2-3 അവസരങ്ങളാണ് ഇപ്പോൾ ആദംസ് മൊബൈൽ ഷാർജ ചലഞ്ചേഴ്സിന് നൽകിയത്. അവസാന വിക്കറ്റിൽ ഒരു ക്യാച്ച് വിട്ടുകളഞ്ഞു. 2 റൺഔട്ട് ചാൻസുകൾ. സിദ്ധു ബോൾ ചെയ്യുന്നു. സ്ട്രൈക്കിൽ റോയ്. ഇന്നിംഗ്സ് അവസാനിക്കുന്നു. ലെഗ് അമ്പയറിലേക്കാണ് എല്ലാ കണ്ണുകളും. മെയിൻ അമ്പയർ ഔട്ട് കൊടുക്കുന്നില്ല. പക്ഷെ വ്യക്തമാണ് എല്ലാ കണ്ണുകളും ലെഗ് അമ്പയറിലേക്ക്. ലെഗ് അമ്പയർ ഒരു ഡിസ്കഷന് വേണ്ടി മെയിൻ അമ്പയറിലേക്ക് പോകുന്നു. എന്തുകൊണ്ട് മെയിൻ അമ്പയർ അത് കൊടുത്തില്ല എന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും അവരുടെ ചർച്ചകൾക്ക് ശേഷം നമുക്ക് കാത്തിരിക്കാം. ഓപ്പോസിറ്റ് ടീം ആദംസ് മൊബൈൽസ് ആ വിക്കറ്റിന് വേണ്ടി അപ്പീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു ചർച്ചയിലാണ്. ആദംസ് മൊബൈൽസ് വളരെ ശക്തമായ ഒരു അപ്പീലാണ്. ലെഗ് അമ്പയർ എന്ത് ചെയ്യണമെന്നറിയാതെ നോട്ട് ഔട്ട്. ഒരു അത്ഭുതപ്പെടുത്തുന്ന തീരുമാനം എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും റോയ്ക്ക് ഒരു പുതുജീവൻ ലഭിച്ചു എന്ന് പറയാം.
അടുത്ത ഓവർ എറിയാനെത്തുന്നു നവാസ്. കഴിഞ്ഞ ഓവറിൽ അദ്ദേഹം 2 വിക്കറ്റുകൾ നേടിയിരുന്നു. സ്ട്രൈക്കിലുള്ളത് ഹുസൈൻ. അവസാന വിക്കറ്റ് ആണ് ഷാർജ ചാലഞ്ചേഴ്സിന്റേത്. NVIPL ക്വാർട്ടർ ഫൈനലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ പന്തിൽ സ്കോർ നേടാൻ കഴിയുന്നില്ല. നല്ലൊരു ബൗളിംഗ് പ്രകടനം നവാസിന്റെ ഭാഗത്തുനിന്ന്. 89-ന് 9 വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു. 89 എന്ന സ്കോറിൽ ഷാർജ ചാലഞ്ചേഴ്സിന്റെ ഇന്നിംഗ്സ് അവസാനിക്കുമോ? നമുക്ക് നോക്കാം. സ്ട്രൈക്കിലുള്ളത് ഹുസൈൻ. ഒരു ട്രൈ ആയിരുന്നു, പക്ഷേ അത് കൈകളിൽ ഒതുക്കാൻ കഴിയുന്നില്ല. സ്ലിപ്പിൽ മുബാറക്കിനെ എത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല, സാധ്യമാകുന്നില്ല. അവസാന വിക്കറ്റ് നേടാൻ കഴിയാതെ അഡംസ്. നവാസിന്റെ അടുത്ത പന്ത്, വീണ്ടും ഒരു സിംഗിൾ റൺസ്. എന്തായാലും ഈ കിട്ടുന്നതെല്ലാം ഒരു ബോണസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഷാർജ ചാലഞ്ചേഴ്സിന്. ബോൾ ചെയ്യുന്നു നവാസ്. സ്ട്രൈക്കിൽ ഹുസൈൻ. ഓഹോ, മനോഹരമായൊരു പന്ത്. 9 വിക്കറ്റ് നഷ്ടത്തിൽ ബാറ്റിംഗ് തുടരുന്നു ചലഞ്ചേഴ്സ്. സ്ട്രൈക്കിൽ ഹുസൈൻ. ബൗൾ ചെയ്യുന്നു നവാസ്. വീണ്ടും ഒരു ക്ലീൻ ബൗൾ. ഇന്ന് അദ്ദേഹത്തിന്റെ 2ാമത്തെ ക്ലീൻ ബൗളാണ്. 4 വിക്കറ്റുകൾ നേടിയിരുന്നു. ക്ഷമിക്കണം, നവാസ് ഇതടക്കം 3 ക്ലീൻ ബൗൾഡുകളും മറ്റൊരു വിക്കറ്റും. ടോട്ടൽ 4 വിക്കറ്റ് നവാസിൽ നിന്ന് നേടി ഷാർജ ചാലഞ്ചേഴ്സിന്റെ ഇന്നിംഗ്സ് അവസാനിക്കുന്നു 92 റൺസിന്. നവാസ് ഷാർജ ചാലഞ്ചേഴ്സിനെ 91 റൺസിന് ഓൾ ഔട്ട് ആക്കിയിരിക്കുന്നു. ആദംസ് മൊബൈൽസ് നല്ല മികച്ചൊരു പ്രകടനമാണ് ഇന്ന് ബൗളിംഗ് സൈഡ് ഉണ്ടായിട്ടുള്ളത്. ടോസ് ലഭിച്ച് ബൗളിംഗ് തെരഞ്ഞെടുത്ത ആദംസ് മൊബൈൽസിന്റെ തീരുമാനം ശരിവെക്കുന്ന പ്രകടനം തന്നെയാണ്. ഇതാണ് നവാസ്. ഇന്ന് അദ്ദേഹം 4 വിക്കറ്റുകൾ, അതിൽ 3 ബൗൾഡുകളാണ് നേടിയിരിക്കുന്നത്. സദ്ദാം നല്ലൊരു ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ചു. മാനേജർ നൌഷാദിനെ നമുക്ക് കാണാം. ക്യാപ്റ്റൻ മുബു, വൈസ് ക്യാപ്റ്റൻ അബ്ബി, ചെറിയ നല്ലൊരു വിക്കറ്റ് കീപ്പിംഗ് പ്രകടനമാണ് ഇന്ന് കാഴ്ചവെച്ചത്. അഖിൽ നല്ലൊരു ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ചു. സിധു, എല്ലാ ബൗളേഴ്സും നല്ലൊരു പ്രകടനമാണ്. 92 എന്ന ടാർഗറ്റിലേക്ക് ബാറ്റ് ചെയ്യുന്നു ആദംസ് മൊബൈൽ. ഫസ്റ്റ് ഷാർജ ചാലഞ്ചേഴ്സിന് ആദ്യ ഓവർ എറിയാനെത്തുന്നു ബംഗ്ലാദേശുകാരൻ ഫാറൂഖ്. സ്ട്രൈക്കിലുള്ളത് പാച്ചു. ഒരു വൈഡ് ബോൾ. പാച്ചു ആൻഡ് ജെറിയാണ് ആദംസ് മൊബൈൽസിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്നത്. 20-ഉം 20,000-ന് മുകളിൽ സ്കോർ നേടിയിട്ടുള്ള ബാറ്റ്സ്മാൻമാരാണ്. സെഞ്ചുറികൾ നിരവധിയുണ്ട് രണ്ടുപേർക്കും. ഈ ടൂർണമെന്റിലെ ടോപ്പ് സ്കോററാണ് നോൺ സ്ട്രൈക്കിൽ നിൽക്കുന്ന ജെറി. സ്ട്രൈക്കിൽ പാച്ചു. ഒരു റിവേഴ്സ് ഷോട്ട്, സിക്സ് ധമാക്ക. റിവേഴ്സിലൂടെ ആദ്യ പന്തിൽ തന്നെ സിക്സർ നേടുന്നു പാച്ചു. സ്ട്രൈക്കിൽ പാച്ചു. ബോൾ ചെയ്യുന്നു ബംഗ്ലാദേശ്. ഫറൂഖ് ബംഗ്ലാദേശിന്റെ ഒരു ബൗളറാണ്. ഷാർജ ചാലഞ്ചേഴ്സിന് വേണ്ടി ആദ്യ ഓവർ എറിയുന്നത് ഫാറൂഖ് അബ്ദുല്ലാഹോ. വീണ്ടും ഒരു സിക്സ് നേടുന്നു പാച്ചു. ഈ ഓവറിൽ നല്ല സ്കോർ കണ്ടെത്തുന്നു. 92-ലേക്കുള്ള വിജയലക്ഷ്യം എളുപ്പമാക്കുന്നു. ബൗൾ ചെയ്യുന്നു ഫാറൂഖ്. സ്ട്രൈക്കിൽ വീണ്ടും പാച്ചു. കഴിഞ്ഞ പന്ത് 6 നേടിയിരുന്നു. ഒരു വൈഡ് സിഗ്നൽ അമ്പയർ. വീണ്ടും ഫാറൂഖ്. ഓഹോ, ഡിഫെൻഡ് ചെയ്യുന്നു പാച്ചു. 5 പന്തുകൾ പിന്നിടുന്നു. ഓവറിലെ അവസാന പന്ത് റിവേഴ്സിന് ശ്രമിക്കുന്നു, പക്ഷേ സ്കോർ കണ്ടെത്താൻ കഴിയുന്നില്ല. വിക്കറ്റ് നഷ്ടം കൂടാതെ 13 റൺസ് നേടിയിരിക്കുന്നു ആദ്യ ഓവറിൽ ആദംസ് മൊബൈൽസ്. പ്രീ ക്വാർട്ടറിൽ ഖത്തീലിനെതിരെ 200-ന് മുകളിൽ സ്കോർ ചെയ്ത് നല്ലൊരു പ്രകടനത്തിലൂടെ ക്വാർട്ടറിലെത്തിയ ടീമാണ് ഷാർജ ചാലഞ്ചേഴ്സ്. ഷാർജ ചാലഞ്ചേഴ്സിന് വേണ്ടി 2ാമത്തെ ഓവർ ബൗൾ ചെയ്യാനെത്തുന്നു റോയ്. സ്ട്രൈക്കിൽ ജെറി നേരിടുന്ന ആദ്യ പന്താണ്. ഒരു ഫുൾ ടോസ് ബോൾ, സിംഗിൾ റൺസ്. 2ാമത്തെ പന്ത് സ്ട്രൈക്കിൽ പാച്ചു. നല്ലൊരു ഷോട്ട്, ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു 4. ബൗണ്ടറി നേടുന്നു വീണ്ടും പാച്ചു ആദംസിന് വേണ്ടി. സ്ട്രൈക്കിൽ പാച്ചു. ബോൾ ചെയ്യുന്നു ജോയ്. റോയ്ക്കെതിരെ ഒരു സിക്സർ നേടുന്നു പാച്ചു വീണ്ടും.
3 പന്തുകൾ ശേഷിക്കുന്നു രണ്ടാമത്തെ ഓവറിൽ. സ്ട്രൈക്കിൽ പാച്ചു. ഒരു ഡോട്ട് ബോൾ. വീണ്ടും ബോൾ ചെയ്തു റോയ്. വീണ്ടും ഒരു പട്ടുകൂറ്റൻ സിക്സർ. ആകാശത്തിലേക്ക് അങ്ങക്കല്ലേ സിക്സർ നേടുന്നു പാച്ചു ആദംസ് മൊബൈൽസിന് വേണ്ടി. ചെറിയ ടാർഗറ്റാണ് 92. 2 ഓവർ പിന്നിടുമ്പോൾ 20 മുകളിൽ സ്കോർ. 2 ഓവർ കഴിഞ്ഞിട്ടില്ല. 4 പന്തുകൾ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ഓവർ. 5-ാമത്തെ പന്ത്. വീണ്ടും പാച്ചു സ്ട്രൈറ്റിലേക്ക് ഒരു ഷോട്ട്. ഒരു സിംഗിൾ റൺസ് നേടുന്നു. ഷാർജ ചലഞ്ചേഴ്സിന് വേണ്ടി ബോൾ ചെയ്യുന്നു സാദത്ത്. സ്ട്രൈക്കിലുള്ളത് ജെറി. ലോങ് ഓണിലേക്ക് ഒരു ബൗണ്ടറി നേടുന്നു. 2 ഓവറും 2 പന്തുകളും പിന്നിടുമ്പോൾ 37 റൺസ്. വിക്കറ്റ് നഷ്ടം കൂടാതെ ഈ ടൂർണമെന്റിലെ ടോപ്പ് സ്കോററാണ് ആദംസ് മൊബൈൽസിന്റെ ജെറി. അദ്ദേഹം 2 സെഞ്ചുറികൾ ഈ ടൂർണമെന്റിൽ നേടിയിരുന്നു. 40 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റാണ്. ക്വാർട്ടർ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. സാദത്ത് ബോൾ ചെയ്തു. വീണ്ടും മികച്ച ഒരു ഷോട്ടിലൂടെ 6 നേടുന്നു ആദംസിന്റെ വേണ്ടി ജെറി. വീണ്ടും സാദത്ത് ബോൾ ചെയ്ത് സ്ട്രൈക്കിൽ ജെറി. വീണ്ടും ഒരു കൂറ്റൻ 6 ധമാക്കയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബൗളിംഗിന് അനുകൂലമെന്ന് കരുതിയ പിച്ചിലാണ് ഈ താണ്ഡവം ജെറിയുടെയും പാച്ചുവിന്റെയും. കാരണം ഷാർജ ചാലഞ്ചേഴ്സിന് 91 റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. അവിടെയാണ് 2 ഓവർ പിന്നിടുമ്പോഴേക്ക് 50ലേക്ക് എത്തുന്നു സ്കോർ. ചെയ്യുന്നു സാദത്ത്. സ്ട്രൈക്കിൽ ജെറി. റിവേഴ്സിന് ശ്രമിക്കുന്നു. ഡോട്ടായി പോകുന്നു. സാദത്ത് ബോൾ ചെയ്യുന്നു. സ്ട്രൈക്കിൽ ജെറി. പക്ഷേ ഫീൽഡറുടെ കരങ്ങളിലേക്കാണ്. ഒരു വിക്കറ്റ് കരസ്ഥമാക്കുന്നു ഷാർജ ചാലഞ്ചേഴ്സ്. ആദ്യ വിക്കറ്റ് നഷ്ടപ്പെടുന്നു ആദംസ് മൊബൈൽസിന്. ടൂർണമെന്റിലെ തന്നെ മികച്ച ബാറ്ററാണ് ജെറി. അദ്ദേഹത്തിന്റെ വിക്കറ്റാണ് ഇപ്പോൾ ഷാർജ ചാലഞ്ചേഴ്സ് നേടിയിരിക്കുന്നത്. സാദത്ത് ഷാർജ ചാലഞ്ചേഴ്സിന് വേണ്ടി ആദ്യ ഓവർ എറിഞ്ഞ ബംഗ്ലാദേശുകാരൻ ഫാറൂഖിനെ വീണ്ടും തിരിച്ചു വിളിച്ചിരിക്കുന്നു ഷാർജ ചാലഞ്ചേഴ്സ്. 4-ാമത്തെ ഓവറാണ് ഇപ്പോൾ എറിയാനെത്തുന്നത്. ആദ്യ പന്ത് സ്ട്രൈക്ക് ചെയ്യുന്നു പാച്ചു. ആദ്യ പന്തിൽ ഒരു ഷോട്ട്. പക്ഷേ ഫീൽഡർക്ക് അത് എത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല. ബൗണ്ടറി നേടുന്നു ആദംസ് മൊബൈൽ. നല്ലൊരു ട്രൈ ഉണ്ടായിരുന്നു ഫീൽഡറുടേത്. പക്ഷേ കൈകളിലേക്ക് എത്തുന്നില്ല. ബോൾ ചെയ്യുന്നു ഫാറൂഖ്. സ്ട്രൈക്കിൽ പാച്ചു. ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് കയറി ഒരു കൂറ്റൻ 6 നേടിയിരിക്കുന്നു ആദംസിന് വേണ്ടി പാച്ചു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നിരവധി സെഞ്ചുറികൾ നേടിയ 20,000-ന് മുകളിൽ റൺസ് നേടിയിട്ടുള്ള ഒരു UAE-യിലെ ബാറ്ററാണ് പാച്ചു. ഫാറൂഖ് സ്ട്രൈക്കിൽ പാച്ചു. വീണ്ടും ഒരു 6 കൂടി നേടിയിരിക്കുന്നു ലെഫ്റ്റ് സൈഡിലേക്ക്. ഗ്രൗണ്ടിന്റെ നാനാവശങ്ങളിലേക്കും സിക്സറുകൾ പായിക്കുന്ന പാച്ചുവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 3 ഓവറും 3 പന്തുകളും പിന്നിടുമ്പോൾ ആദംസ് 65 വിക്കറ്റ് നഷ്ടത്തിൽ. വീണ്ടും ഒരു 6 പാച്ചുവിന്റെ ബാറ്റിൽ നിന്ന് വളരെ ഈസി ആയിക്കൊണ്ട് സിക്സറുകൾ പായിക്കുന്ന മനോഹരമായ കാഴ്ച. 17 പന്തിൽ നിന്ന് 6 6-ന്റെയും 3 ബൗണ്ടറികളുടെയും സഹായത്തോടെ 50ലേക്ക് എത്തിയിരിക്കുന്നു പാച്ചു. ആദംസിന് വേണ്ടി 50 നേടിയിരിക്കുന്നു. വെറും 92 ടാർഗറ്റ്. ഇവിടെ 3 ഓവറും 4 പന്തുകളും പിന്നിടുമ്പോൾ ആദംസ് മൊബൈൽസ് 71 എന്ന സ്കോറിലേക്ക് എത്തുന്നു. ഒരു വിക്കറ്റ് മാത്രമാണ് നഷ്ടമായിരിക്കുന്നത്. ബോൾ ചെയ്യുന്നു ഫാറൂഖ്. വീണ്ടും പാച്ചു ഒരു കൂറ്റൻ ഷോട്ടിൽ ശ്രമിക്കുന്നു. പക്ഷേ ഫീൽഡർ ഉണ്ട് അവിടെ. ഇത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല പാച്ചുവിന്. നല്ല മനോഹരമായ ഒരു പന്തായിരുന്നു ഫാറൂഖിൽ നിന്ന്. ബംഗ്ലാദേശുകാരനാണ് അദ്ദേഹം. ബംഗ്ലാദേശിന്റെ മികച്ചൊരു ബൗളറാണ് ഷാർജ ചാലഞ്ചേഴ്സിന് വേണ്ടി കളിക്കുന്നത്. സ്ട്രൈക്കിൽ പാച്ചു. വീണ്ടും ഒരു കൂറ്റൻ 6. 6 എന്ന് പറഞ്ഞുകൂടാ. ഫീൽഡർ കൈകളിൽ ഒതുക്കുന്നു. ഫീൽഡർ മനോഹരമായ റണ്ണിങ്ങിലുള്ള ഒരു ക്യാച്ചാണ്. ഫീൽഡറുടെ പേരെന്ന് പറയാം മാജിയുടെ അതിസാഹസികമായ ഒരു ക്യാച്ചിലൂടെ പുറത്താകുന്നു പാച്ചു. വെൽ പ്ലേ പാച്ചു.
പക്ഷേ നല്ലൊരു ബാറ്റിംഗ് തന്നെയായിരുന്നു അദ്ദേഹം. 19 പന്തിൽ 50 റൺസുമായാണ് പുറത്തേക്ക് പോകുന്നത്. വിജയലക്ഷ്യം 92 മാത്രമാണ്. വളരെ ഈസിയാക്കി കൊടുത്തിരിക്കുന്നു ആദംസ് മൊബൈൽസിന് വിജയലക്ഷ്യം. അദ്ദേഹത്തിന്റെ മികച്ചൊരു ബാറ്റിംഗ് പ്രകടനം കൊണ്ട് തന്നെ ഇനി വെറും 18 റൺസ് മാത്രമാണ് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ ന്യൂ ബാറ്റ്സ്മാൻ ക്രീസിലെത്തുന്നു ഷാരൂഖ് കഴിഞ്ഞ കളിയിൽ 50 നേടിയിരുന്നു. ഒരു ബൗളിംഗ് മാറ്റം വരുത്തുന്നു ഷാർജ ചലഞ്ചേഴ്സ്. കെ ബൗളിങ്ങിന് കൊണ്ടുവരുന്നു. സ്ട്രൈക്കിൽ ന്യൂ ബാറ്റ്സ്മാൻ അബി ആദ്യ പന്ത് തന്നെ ഒരു സിംഗിൾ നേടുന്നു. ആദംസ് മൊബൈൽസിന്റെ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആണ് ഷാരൂഖ്. നേരത്തെ പറഞ്ഞിരുന്നു പ്രീ ക്വാർട്ടറിൽ FCC ഗണ്ണേഴ്സിനെതിരെ 50 നേടിയിരുന്നു. അദ്ദേഹം നേരിടുന്ന ആദ്യ പന്ത് വൈറ്റ് സിഗ്നൽ അമ്പയർ. സ്ട്രൈക്കിൽ ഷാരൂഖ് ബോൾ ചെയ്യുന്നു. കെ ഷാർജ ചലഞ്ചേഴ്സിന് വേണ്ടി ആ ഒരു വിക്കറ്റ് ഇവിടെ. ഓഹോ, വളരെ ഈസിയായ ഒരു ക്യാച്ച് വിട്ടുകളയുന്നു ഫാറൂഖ്. നല്ലൊരു മനോഹരമായ പന്തായിരുന്നു. പക്ഷേ ഫീൽഡറുടെ സപ്പോർട്ട് ഇല്ലാതെ പോയി. ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വിക്കറ്റ് ലഭിക്കുമായിരുന്നു. ക്രീസിലുള്ളത് അബി. ഓഹോ, വളരെ ഈസി ആയിക്കൊണ്ട് 6 നേടുന്നു. സ്ട്രൈക്കിൽ അബി. ഓഹോ, വീണ്ടും ഒരു ബൗണ്ടറി. വെറും 8 റൺസ് മാത്രം മതി ഇനി വിജയിക്കാൻ. NVIPL ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 91 എന്ന സ്കോറിൽ ഷാർജ ചലഞ്ചേഴ്സിന് ആദംസ് മൊബൈൽസിന്റെ ബൗളിംഗ് നിര വരിഞ്ഞു കെട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് അത് മറികടക്കാനാകുന്നു ആദംസ് മൊബൈൽസിന്. വീണ്ടും ബോൾ ചെയ്യുന്നു കെ. സ്ട്രൈക്കിൽ അബി. സിക്സർ ധമാക്ക. ക്യാപ്റ്റൻ അബിയുടെ മാസ്മരിക പ്രകടനം. റൺസ് മാത്രമാണ് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ളത്. 4 ഓവറും 5 പന്തുകളും പിന്നിട്ടിരിക്കുന്നു. ഈ ജയത്തോടെ ആദംസ് മൊബൈൽസ് സെമിയിലേക്ക് കടക്കും. NVIPLന്റെ ടൂർണമെന്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 40 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റ്. ഇനി 1 റൺസ് മാത്രമാണ്. സ്കോർ ലെവലായിരിക്കുന്നു ഇപ്പോൾ. ഇനി വിജയിക്കാൻ ആവശ്യമായിട്ടുള്ളത് 1 റൺസ് മാത്രമാണ്. ഷാർജ ചലഞ്ചേഴ്സിന്റെ നല്ലൊരു പോരാട്ടം കാഴ്ചവെച്ച ഒരു പ്ലെയർ ആണ് ഇദ്ദേഹം. ക്വാർട്ടറിൽ എത്തിക്കുന്നതിൽ ഇദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനം എടുത്തു പറയേണ്ടതാണ്. പക്ഷെ ഇന്ന് അവരുടെ ബാറ്റ്സ്മാൻമാർക്ക് വേണ്ട രീതിയിൽ കളിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. കത്തീലിനെ പോലെയുള്ള ഒരു ടീമിനെതിരെ അട്ടിമറിച്ചാണ് ഇവരെ ക്വാർട്ടറിൽ എത്തിയത്. 200 മുകളിൽ സ്കോർ ചെയ്ത് ഇപ്പോൾ ബോൾ ചെയ്യാനെത്തിയിരിക്കുന്നു ഷാർജ ചലഞ്ചേഴ്സിന്റെ ഹുസൈൻ. വിജയത്തിലേക്ക് ആദംസ് മൊബൈൽ അബിയുടെ ബാറ്റിലൂടെ 5 ഓവറും 1 പന്തും മാത്രം കളിച്ചുകൊണ്ട് സെമിയിലേക്ക് കടക്കുന്നു ആദംസ് മൊബൈൽ. ആദംസ് മൊബൈൽസിന്റെ മറ്റൊരു നെടുന്തൂണാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡബിൾ 8 മുബാറക്. 13 നമ്പർ താരൻ ഷാറൂഖ്. AB17 അബി. നല്ലൊരു ഏകപക്ഷീയ മത്സരമായിരുന്നു ഇന്നത്തേത്. പക്ഷേ ഷാർജ ചലഞ്ചേഴ്സ് മോശം ടീമല്ല. പക്ഷെ ഇന്ന് അവരുടെ ദിവസമായിരുന്നില്ല എന്ന് വേണം പറയാൻ. ഇന്ന് വളരെ ഈസി ആയിക്കൊണ്ടാണ് ആദംസ് മൊബൈൽസ് അവരെ മറികടന്നത്. പക്ഷേ നല്ലൊരു പോരാട്ടം കാഴ്ചവെച്ചാണ് ഈ 40 ടീമുകൾ പങ്കെടുത്ത ഈ ടൂർണമെന്റിൽ ഷാർജ ചലഞ്ചേഴ്സ് ക്വാർട്ടറിൽ എത്തിയത്. ഇന്ന് അവരുടെ ദിവസമായിരുന്നില്ല. എന്തുകൊണ്ടും അവർക്ക് മോശപ്പെട്ട ദിനമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ച് നേടിയിരിക്കുന്നത് നവാസ് ആണ്. അദ്ദേഹം 4 ഓവറിൽ 4 വിക്കറ്റുകൾ നേടിയിരുന്നു. വെറും 15 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 ബൗൾ അടക്കം. പ്രീ ക്വാർട്ടറിൽ FCC ഗണ്ണേഴ്സിനെതിരെ സെഞ്ചുറിയിലൂടെ ആദംസിനെ ക്വാർട്ടറിലേക്ക് എത്തിച്ച ജെറി അദ്ദേഹത്തിന്റെ മാൻ ഓഫ് ദി മാച്ച് അവാർഡ് ഇപ്പോൾ നൽകുന്നത് സിദ്ധു. സെഞ്ചുറിയിലൂടെ ക്വാർട്ടറിലേക്ക് എത്തിച്ച ജെറി.